بسم الله الرحمن الرحيم عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. وعليكم بالجماعة فإن يد الله على الجماعة، ومن شذ شذ في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين، والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن شر الدواب عند الله الصم البكم الذين لا يعقلون. إن شر الدواب عند الله الصم البكم الذين لا يعقلون. ولو علم الله فيهم خيرا لأسمعهم، ولو أسمعهم لتولوا وهم معرضون. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم، واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة، واعلموا أن الله شديد العقاب. meine സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, മറ്റു അതിഥികളെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ട് ജീവിക്കുക, അവൻ്റെ ദൂതരെ പിൻപറ്റുക, അനുസരിക്കുക, അവൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നടപ്പാക്കുക. തഖ്വ എന്ന പദത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന നരകത്തിൽ നിന്നിട്ട് മോചനം നേടാൻ, സ്വർഗം ലഭിക്കാനുള്ള മാർഗങ്ങൾ സദാ ഓരോരുത്തരും കൈകൊള്ളുക. പുണ്യഭൂമിയിൽ താമസിക്കാൻ ഭാഗ്യം കിട്ടിയവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുക. കേൾക്കുന്ന ഉപദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ പാടുപെടുക. നാം കേൾക്കുന്ന ഉപദേശങ്ങളെ സ്വയം പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ബാധ്യസ്ഥരാണ് എന്ന ബോധത്തോടു കൂടി ശ്രദ്ധ ചെലുത്തുക. പ്രത്യേകിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഇതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് ഇന്ന് ചർച്ചക്കെടുത്തതായ സബ്ജക്റ്റ്
ഇന്നലെ മിനിയാന്ന് രാത്രി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതായ അള്ളാഹുവിൻ്റെ അളമത്തിനെ മനസ്സിലാക്കുക, പഠിക്കുക എന്ന വിഷയത്തെ ചൊല്ലി അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുന്നതായ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈനംദിനം വിട്ടുകടന്നുകൊണ്ടേയിരിക്കുന്നു. അവകളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുക എന്നത് ഇമാം മക്കയിൽ ചർച്ചക്കെടുത്ത വിഷയത്തിൽപ്പെട്ടതാണ്. ഡോക്ടർ സുദൈസാണ് ഇന്ന് മക്കയിൽ ചർച്ച ചെയ്ത് ഖുതുബ ഓതിയിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതോടൊപ്പം ഈ പ്രപഞ്ചത്തിലൂടെ അവനിലേക്കെത്താൻ, അവനെ കണ്ടെത്താൻ, അവനെ പഠിക്കാൻ, അവൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ, അവൻ്റെ ഖുദ്റത്ത് ഉൾക്കൊള്ളാൻ, അവനെ ആരാധിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ട് അവകളെല്ലാം അവൻ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് കിട്ടിയില്ല, ഞങ്ങൾക്ക് നിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഭൂമിയിൽ ചെന്ന വേളയിൽ അഥവാ മാതാപിതാക്കളിലൂടെ മാതാവിൻ്റെ പള്ളയിൽ നിന്നിട്ട് ഭൂമിയിലേക്ക് വന്ന് പ്രായം തികഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും പലരെയും പൂജിക്കുന്നതായി കണ്ടു, പലരെയും പലതിനെയും പൂജിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആൾപൂജക്കാരെ കണ്ടപ്പോൾ ചിലർ ഞങ്ങളിൽ നിന്ന് ആൾപൂജ ശരിയാണെന്ന് തോന്നി. മറ്റു വസ്തുക്കളെ പൂജിക്കുന്നവരെ കണ്ടപ്പോൾ അവർ തന്നെ സ്വയം കൊണ്ട് കൈകൊണ്ടുണ്ടാക്കുന്ന കല്ലോ ബിംബമോ വല്ലോ മറ്റോ ആയിരിക്കാം എന്നതോടൊപ്പം അവകൾ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ പലരും പലതും നല്ലതാണെന്ന് തോന്നുകയും പലതിലും നന്മയുണ്ട് എന്ന് തോന്നുകയും, അങ്ങനെ നന്മയുണ്ട് എന്നതെല്ലാം ആരാധിക്കാൻ പറ്റുന്നതാണ് എന്ന് പലർക്കും തോന്നുകയും, അങ്ങനെ കണ്ടതും കേട്ടതുമെല്ലാം പൂജിക്കാൻ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നിങ്ങൾ കാട്ടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പണ്ട് തന്നെ ബൈഅത്ത് ചെയ്തത്, ഉടമ്പടി ചെയ്തത് എന്ന ശൈലി ഖുർആനിലുണ്ട്. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ أَوْ تَقُولُوا إِنَّمَا أَشْرَكَ آبَاؤُنَا مِنْ قَبْلُ وَكُنَّا ذُرِّيَّةً مِنْ بَعْدِهِمْ أَفَتُهْلِكُنَا بِمَا فَعَلَ الْمُبْطِلُونَ. ഇത് സൂറത്തുൽ അറാഫിലൂടെ റബ്ബ് പറയുന്ന ശൈലിയാണ്. ഇന്ന് മക്ക ഇമാമ് പ്രസംഗിച്ച പ്രസംഗം അവിടുന്ന് നേരിട്ട് തന്നെ കുറിച്ചാക്കപ്പെട്ടു. കാരണം ഇത് സാധാരണ എനിക്ക് വേണ്ടി ഖുതുബ എഴുതുന്നവർ മക്കയിലാണുള്ളത്. അപ്പോൾ റബ്ബിൻ്റെ അളമത്ത് മനസ്സിലാക്കുക എന്നതാണ് ചുരുക്കത്തിൽ. റബ്ബ് ലോകത്തിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അള്ളാഹ് പറയുന്നു, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു റബ്ബ്. അപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ സാധനങ്ങളിലൂടെ നാമാണ് ആസ്വദിക്കുന്നത്, അതിലൂടെ നാമാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർ. അതേസമയത്ത് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് മനുഷ്യവർഗങ്ങളെ, ഈ രണ്ട് ഇനങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് ബുദ്ധി നൽകി, അവർക്ക് വിവേകം നൽകി, അവർക്ക് ആഗ്രഹങ്ങൾ നൽകി. ഇതെല്ലാം നൽകിയതോടൊപ്പം നാൽക്കാലി മൃഗങ്ങളെപ്പോലെ ആഗ്രഹം മാത്രമല്ല, മലക്കുകളെപ്പോലെ മാലാഖന്മാരെ പോലെ അവർക്ക് ബുദ്ധി മാത്രമല്ല, ഇത് രണ്ടും അവർക്ക് ബുദ്ധിയും വിവേകവും അതോടൊപ്പം ആഗ്രഹങ്ങളും എല്ലാം
എല്ലാം നൽകി. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു, നിങ്ങളെ ഞാൻ എന്തിനാണ് സൃഷ്ടിച്ചത്? ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ് യഥാർത്ഥ ലക്ഷ്യം. ഇവിടെ തിന്നോളീൻ, തിന്നാൻ പറ്റുന്നത് കുടിച്ചോളീൻ, കുടിക്കാൻ പറ്റുന്നത് സമ്പർക്കം പുലർത്തിക്കോളീൻ, സമ്പർക്കം പുലർത്താൻ പറ്റുന്നത് എന്നല്ലാതെ അനുവദിക്കപ്പെടാത്തത് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിനു വേണ്ടിയല്ല നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് മഹാലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല. ഇത് താൽക്കാലികം മാത്രമാണ്, ഇത് നൈമിഷികം മാത്രമാണ്, ഇത് അല്പസമയം കൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ്. ചിലർ അല്പ ദിവസം താമസിക്കുന്നു, പിന്നെ ചിലർ അല്പ മണിക്കൂർ താമസിക്കുന്നു, ചിലർ അല്പ ദിവസങ്ങൾ അല്പ കൊല്ലങ്ങൾ താമസിക്കുന്നു, ചിലർ പെട്ടെന്ന് തന്നെ പള്ളയിൽ നിന്നിട്ട് മരിക്കുന്നു. ഇഷ്ടം പോലെ റബ്ബിൻ്റെ അങ്ങനെ പല രൂപത്തിലാണ് നിങ്ങളുടെ നിലപാട് എന്ന് ഖുർആൻ പല ഇനങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ രൂപത്തിൽ നിങ്ങളിൽ നിന്നിട്ട് വിവേകത്തോടു കൂടിയും ബുദ്ധിയോടു കൂടിയും അപ്രകാരം തന്നെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കാനുള്ള ആരോഗ്യവും തൗഫീഖും എല്ലാം നൽകുന്ന വേളയിൽ നിങ്ങൾ വിവേകം ഉണ്ടായ ശേഷം, ബുലൂഗിലേക്ക് എത്തിയ ശേഷം ചിന്തിക്കേണ്ടത് എന്താണ്? എന്നെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഞാൻ എവിടുന്ന് വന്നു? ഞാൻ എന്തിനു താമസിക്കുന്നു? ഞാൻ എന്തിനു ഇവിടെ ജീവിക്കുന്നു? ഞാൻ ഇവിടെ ജീവിക്കുന്നത് നാൽക്കാലികളെ പോലെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സമ്പർക്കം പുലർത്താനും മാത്രമാണോ? എന്നാൽ അവരും ഞാനുമായി എന്താ ചേഞ്ച് ഉള്ളത്? ഏത് കഫീലിൻ്റെ ജോലിക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരം കഫീലിൻ്റെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്നു. അല്ലെങ്കിൽ സ്വന്തം തന്നെ കട തുറക്കാൻ വേണ്ടി പോകുന്നു, വൈകുന്നേരം സ്വന്തം കട പൂട്ടി മടങ്ങി വരുന്നു, എന്നിട്ട് ഉറങ്ങുന്നു. ഇങ്ങനെയാകുമ്പോൾ ആ പോത്ത് ആലയിൽ നിന്നിട്ട് പുറത്തു പോകുന്നു, വൈകുന്നേരം ആലയിലേക്ക് മടങ്ങി വരുന്നു. എന്താ ചേഞ്ച്? ഒരു ചേഞ്ചും ഇല്ലല്ലോ. അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട്, അതിന് ബുദ്ധിയില്ല. നിനക്ക് വിവേകമുണ്ട്, അതിന് വിവേകമില്ല. പിന്നെ എന്തടോ നീ ചേഞ്ച് കണ്ടത്? നിന്നിൽ നീ ബുദ്ധിജീവിയല്ലേ? നിന്നെ റബ്ബ് ബുദ്ധി നൽകി സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? നീ കാണുന്നതിലൂടെ. എത്ര ദൃഷ്ടാന്തങ്ങളാണ് അവരുടെ കണ്ണിൽ കൂടി ചലിക്കുന്നത്. നക്ഷത്രങ്ങൾ ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, നക്ഷത്രങ്ങൾ പരസ്പരം കണ്ടുമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആക്സിഡന്റ് ആകുന്നില്ല, അടിച്ചു പോകുന്നില്ല. അവകൾ ലക്ഷക്കണക്കിലുണ്ട്, അല്ല മില്യൺ കണക്കിലുണ്ട്. നിങ്ങളുടെ 10,000 ഇഞ്ച് വ്യാസമുള്ള ഭൂതക്കണ്ണാടി കണ്ടുപിടിക്കപ്പെട്ട്, അതിലും വികാസമുള്ള ഭൂതക്കണ്ണാടി കണ്ടുപിടിക്കപ്പെട്ടു. നോക്കി ആഗോള ശാസ്ത്രജ്ഞന്മാര് അന്തം വിട്ടിരിക്കുകയാണ്, പ്രയാസപ്പെട്ടിരിക്കുകയാണ്. എന്തായി കാണുന്നത്? മില്യനുകൾ തലയുടെ മീതെ കറങ്ങുകയാണോ എന്ന് അമേരിക്കക്കാരും ചൈനക്കാരും റഷ്യക്കാരും എല്ലാവരും പറയാൻ ആരംഭിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ദൂതരായ, നമ്മുടെ കണ്ണിലുണ്ണിയായ, ഈ പള്ളിയിൽ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനത്തെ പള്ളിയുടെ പരിസരത്തിൽ അവർ താമസിച്ചിരുന്നതായ കാലഘട്ടത്തിൽ അവർ ലോകത്തിന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? രാത്രി ഉറങ്ങി രാത്രി അർദ്ധരാത്രി വേളയിൽ നമ്മിൽ നിന്നിട്ട് പലരും ഫിലിം കാണുന്ന ടൈം, നമ്മിൽ നിന്നിട്ട് പലരും അശ്ലീലം കാണുന്ന ടൈം, നമ്മിൽ നിന്നിട്ട് പലരും മൃഗതുല്യ ജീവിതം നയിക്കുന്ന ടൈം. നിങ്ങളെക്കുറിച്ചല്ല. അങ്ങനെ പലരും കാട്ടുന്നതായ സന്ദർഭത്തിൽ അർദ്ധരാത്രി വേളയിൽ നമ്മുടെ ദൂതരായ, നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പുറത്തിറങ്ങിയും കൊണ്ട് വാനലോകത്തിലേക്ക് നോക്കുമെന്നാണ്, ആകാശത്തിലേക്ക് നോക്കുമെന്നാണ്. എന്നിട്ട് ഈ വിശുദ്ധ ഫുർഖാൻ അലീമിലെ സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമെന്നാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അത് തുടക്കമാണ്, അത് ആദ്യത്തെ ആയത്താണ്. അങ്ങനെ 10 ആയത്തുകൾ റസൂൽ ഓതുമെന്നാണ്. എന്താ പറയുന്നത്? ഈ ആകാശത്തെ സൃഷ്ടിച്ചതിൽ, ഈ ഭൂമിയെ സൃഷ്ടിച്ചതിൽ, ഇതിലുള്ളതായ സർവ്വ അത്ഭുതങ്ങളിൽ, ഇതിൽ കറങ്ങുന്നതായ ചന്ദ്രനിലും സൂര്യനിലും അപ്രകാരം നക്ഷത്രാദികളിലും ഇതിലെല്ലാം എന്തുണ്ട്? ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന ബുദ്ധിജീവികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്ന ബുദ്ധിജീവികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന, ആരാണവർ? സ്ഥലത്തിലേക്ക് എത്തുക.
അതാണ് വേണ്ടത്. ഓരോരുത്തരും ചിന്തിച്ച് റിസൾട്ടിലേക്ക് എത്തണം. ചിന്തിച്ച് റിസൾട്ടിലേക്ക് എത്തൽ എങ്ങനെയാണ്? ഈ പഠനാർഹമായ ഈ മഹാനിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ശിട്ടാവിൻ്റെതാണ്. ഈ ശിട്ടാവിനെ നാം മനസ്സിലാക്കണം, അവൻ്റെ കഴിവ് നാം മനസ്സിലാക്കണം, അവനിലേക്ക് തലകുനിക്കണം, അവനിലേക്ക് പൂജ കയറണം, അല്ലെങ്കിൽ അവനിലേക്ക് ആരാധന കയറണം. അവനാണ് യഥാർത്ഥ ദൈവം, അവനാണ് യഥാർത്ഥ അള്ളാഹു, അവനാണ് ആരാധിക്കപ്പെടേണ്ട ശക്തി, അവനാണ് ആരാധിക്കപ്പെടേണ്ട വ്യക്തി എന്നതായ റിസൾട്ടിലേക്ക് എത്തണം. അതാണ് റസൂലുള്ളാഹി ആ ആയത്തോതാൻ കാരണം. അല്ലദീന ആരാണ്? യദ്കുറൂനല്ലാഹ, അവർ അള്ളാഹുവിനെ സ്മരിക്കും. നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ ശിട്ടാവിനെ അവർ ഓർക്കും. അതെ, രാത്രിയിൽ എന്ത് കാട്ടണം? രാത്രിയിൽ ഉണർന്നിട്ട് നാം നിർബന്ധമായി നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യ തൊഴിലായി കാണുന്നതാണ്. അതല്ല. പിന്നെയോ അർദ്ധരാത്രി പ്രത്യേകം ഉണർന്നുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കിയും കൊണ്ട് ഈ ആയത്തുകൾ ഓതുമെന്നാണ്. അല്ലദീന ആരാണവർ? യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, പരിശുദ്ധൻ റബ്ബ്, പരിശുദ്ധൻ. അവൻ്റെ എത്ര കൃത്യമായിട്ടാണ് ഈ ചന്ദ്രൻ ചലിക്കുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ചന്ദ്രനിലോ സൂര്യനിലോ വന്നാൽ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രവുമായിട്ട് കൂട്ടിയടിച്ചാൽ എന്ത് സംഭവിക്കും? അന്ത്യദിനമായി മാറും, ലോകം ചുട്ടി ചാമ്പലാകും. അങ്ങനെയുള്ള ആ കൃത്യമായിട്ട് ഒരു ചേഞ്ച് ഇല്ലാതെ ഒരു ഇതിന്റെ പിന്നിൽ അത്ഭുതങ്ങളുണ്ട് എന്ന് നിരീശ്വരവാദികളെ വരെ പറയുന്നു. പക്ഷെ അവർക്ക് വിശ്വസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നതാണ്. അവിടേക്ക് നമ്മെ ക്ഷണിക്കുന്നു ഇസ്ലാം, അവിടേക്ക് നമ്മെ ക്ഷണിക്കുന്നു ഖുർആൻ, അവിടേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ഇന്ന് മക്കയിൽ ഖുതുബ ഓതിയ വേളയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദയ്യിസ്, ഇത് നാമും ചർച്ചക്കെടുക്കേണ്ട വിഷയമാണ്. നാം പലപ്പോഴും പലതും ചിന്തിച്ചിട്ടുണ്ട്. ഭാര്യമാരുടെ ജീവിതത്തെക്കുറിച്ച്, അവർക്ക് ശമ്പളം, നമ്മുടെ കാശാക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തെക്കുറിച്ച്, നമ്മുടെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച്, ഇതെല്ലാം നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മെ ശിക്ഷിച്ച ലക്ഷ്യത്തിന് വേണ്ടി നാം ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് റബ്ബ് നമ്മോട് പണ്ട് തന്നെ ബൈഅത്ത് ചെയ്ത് എന്ന വാക്ക് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു അല്പം മുമ്പ്. അത് നിങ്ങൾ ഓർക്കണം. എന്ത് ബൈഅത്ത്? ഉടമ്പടി ചെയ്തു എന്ന് നാമുമായി. അത് നാം അറിയാത്ത കാര്യമാണ്. പക്ഷെ അള്ളാഹ് അറിയിച്ചത് കൊണ്ട് അറിഞ്ഞു. റബ്ബ്, നമ്മുടെ നേതാവ്, നമ്മുടെ ശിട്ടാവ് ഖുർആനിലൂടെ അറിയിച്ചത് കൊണ്ട് അറിഞ്ഞു. എന്ത്? നിങ്ങളുടെ നാഥൻ നിങ്ങളോട് വാങ്ങിയ സന്ദർഭം, ഉടമ്പടി ചെയ്ത സന്ദർഭം. മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, മുസ്ലിം മനുഷ്യരാശിയെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇവിടെ വെറുതെ വന്നതല്ലല്ലോ. അല്ല, നിങ്ങളുടെ ആദ്യ പിതാവായ ആദം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായതാണ്. അതിനു മുമ്പ് ഇവിടെ മനുഷ്യനില്ല. മനുഷ്യനുണ്ടായത് ആദം ഇറങ്ങിയിടം മുതലാണ്. ഈ ആദം സ്വർഗത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ മുതുവിൽ നിന്നിട്ട് ആദമിന്റെ സന്തതികളായ നാം എല്ലാവരും ആദമിന്റെ മക്കളാണ്, ഹവ്വയുടെ മക്കളാണ്. ആദമിന്റെ സന്തതികളായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്നിട്ട് അവരുടെ മുതുവിൽ നിന്നിട്ട് പുറത്തിറക്കി. എന്നിട്ട് അവരോടെല്ലാം വാഗ്ദാനം ചെയ്ത വാർത്ത ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. എന്നിട്ട് അവരെ തന്നെ അതിന് സാക്ഷി നിർത്തി. എന്നിട്ട് എന്താ ചോദിച്ചത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലേ? ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളുടെ നാഥനല്ലേ? ആരാധിക്കേണ്ടത് നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിയാൽ ആരെയാണ് എന്ന് പഠിപ്പിച്ചതാണ്, എന്ന് ട്രെയിനിങ് നൽകുകയാണ്, എന്ന് ഒരു പഠനം നടത്താണ്, എന്നിട്ട് വാഗ്ദാനം ചെയ്യാണ്, എന്നിട്ട് ഉടമ്പടി ചെയ്യാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, അന്തഖൂലൂ, നിങ്ങൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നോട് പറയരുത് എന്ത്? ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഇങ്ങനെയുള്ള ഒരു പരലോകമുണ്ട് എന്നതിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദൈവത്തെ മാത്രമാണ്, റബ്ബിനെ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഉടമ്പടി നൽകിയത്. ഔ തഖൂലു, നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ?
ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ വാപ്പമാരും ഞങ്ങളുടെ വലിയാപ്പമാരും എല്ലാം പലരെയും പൂജിക്കുന്ന കണ്ടു, ആൾ പൂജ നടത്തുന്നവരെ കണ്ടു, അല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ വ്യക്തികളെ പൂജിക്കുന്ന കണ്ടു, അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ പൂജിക്കുന്ന കണ്ടു, അയ്യപ്പ ശരണ എന്ന് പറയുന്നവരെ കണ്ടു, മൊയ്തീൻ ശേഖേ കാക്കട എന്ന് പറയുന്നവരെ കണ്ടു. അങ്ങനെ പലരെയും വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വിഭാഗത്തെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അവർ കാട്ടിയതുപോലെ ഞങ്ങളും കാട്ടി എന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് പറയാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ തോന്നിയതുപോലെ കാട്ടാൻ വേണ്ടിയല്ല ഞാൻ ഭൂമിയിലേക്ക് വിട്ടത്. ഞാൻ ഭൂമിയിലേക്ക് നിങ്ങളെ സൃഷ്ടിച്ചു വിട്ടത്. നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശിഷ്ടാവാരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ ആരാധിക്കണം. അവൻ ഭൂമിയിലേക്ക് ഇറക്കുന്നതായ അവൻ്റെ ഗ്രന്ഥങ്ങൾ, അവൻ്റെ പ്രതിനിധികൾ, അവൻ്റെ മുർസലുകൾ, നബിമാർ, ദൂതന്മാർ, ആ ദൂതന്മാരുടെ ബാക്കിൽ അണിനിരക്കണം. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയ്യതൻ മിൻ ബാദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. തോന്നിവാസികളായ അയ്യപ്പ ശരണ എന്നൊരു വിഭാഗം പറയും പോലെ യേശു ക്രിസ്തുവേ കാക്കണേ എന്ന് ലോകത്തിൽ ജീവിക്കുന്ന 200 മില്യൺ, ലോകത്തിൽ ജീവിക്കുന്ന 200ഓളം മില്യൺ ക്രിസ്ത്യാനികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ കണ്ടു. കാഷ്ടിച്ച മൂത്തിരിച്ച മനുഷ്യരായി ജീവിച്ച യേശു ക്രിസ്തുവിനെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈസ നബി എന്ന് നാം പറയുന്ന ആ മഹാവ്യക്തിയെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കണ്ടപ്പോൾ ഇവരല്ല ബഹുഭൂരിപക്ഷം ഇവരായിരിക്കും സത്യത്തിന്റെ ഉടമ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ ബാക്കിൽ കൂടി. അതുകൊണ്ട് ഞങ്ങളെ ലോകാത്ഭുത ഗ്രന്ഥം ഖുർആൻ ലോകത്തോട് പറയുന്നു, ഞങ്ങൾ എന്തിന് ഞങ്ങളെ നീ ശിക്ഷിക്കുന്നു രക്ഷിതാവേ? തെറ്റ് ചെയ്തതിന് എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ എന്നെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, എന്നെ മാത്രം ദൈവമാണെന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, എന്നെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മതത്തിലേക്ക് കടന്നു ചെന്നില്ലെങ്കിൽ എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പണ്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഈ ബൈഅത്ത്, ഈ ഉടമ്പടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ഖുർആനിലൂടെ. ഇനി ഇത് അറിയാത്തവർ ലോകത്തിലുണ്ടോ? ഉണ്ടാവാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ളൊരു മതമുണ്ട്, ഇങ്ങനെയുള്ളൊരു ഇസ്ലാമുണ്ട്, ഇങ്ങനെയുള്ളൊരു ദീനുണ്ട്. ഇങ്ങനെ ഈ ദീന് ലോകത്തെ ക്ഷണിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. കണ്ടതും കേട്ടതും പൂജിക്കാൻ പാടുള്ളതല്ല. ഏകദൈവത്തെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവൻ ഇവിടെ മുസ്ലിങ്ങൾക്ക്, മനുഷ്യരാശിക്ക് ജീവിക്കാനുള്ളതായ കാറ്റലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാറ്റലോഗ് ഒരു സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഒരു റേഡിയോ ഉണ്ടാക്കുമ്പോൾ, ഒരു ടെലിവിഷൻ ഉണ്ടാക്കുമ്പോൾ, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ കൂടെ കാറ്റലോഗ് വരും. എന്താ കാറ്റലോഗിൽ പറയാ? ഈ രൂപത്തിൽ ഇതിനെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഇത് എന്താകും? നശിക്കും, ഇത് ഉപയോഗശൂന്യമാകും, അല്ലേ? അതാണ് കാറ്റലോഗ്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, എന്നല്ലാതെ അങ്ങനെ പറയാൻ പാടുള്ളത് കൊണ്ടല്ല. മറിച്ച് ഈ സാധനം നാം ജീവിക്കാനുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ഇഞ്ചൻ, മനുഷ്യൻ ജിന്ന് എന്ന് പറയുന്ന ഇഞ്ചനുകൾ, ഇവകൾ എങ്ങനെ ജീവിക്കണം, അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, അവരുടെ വ്യക്തി ജീവിതം എങ്ങനെ, സാമൂഹിക ജീവിതം എങ്ങനെ, സാമ്പത്തിക ജീവിതം എങ്ങനെ, രാഷ്ട്രീയ ജീവിതം എങ്ങനെ, അതുപോലെ തന്നെ സ്വകാര്യ ജീവിതം എങ്ങനെ, ഇത് മനുഷ്യന്മാരെ കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലോകത്തിൽ വിപ്ലവങ്ങൾ, ലോകത്തിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കാത്ത, ഖുർആൻ നടപ്പാക്കാത്ത നാടുകളിൽ അവർക്ക് അവരുടെ നാട്ടിലുള്ള വിപ്ലവത്തിന് അറുതി വരുത്താൻ പറ്റുന്നില്ല. അവർക്ക് മനുഷ്യന്റെ അല്പചിന്തയിലൂടെ ഉടലെടുത്തതായ നിയമാവലികളുടെ പിന്നിൽ അണിനിരക്കേണ്ട ഗതികേട് വന്നതുകൊണ്ട് അവരിപ്പോഴും അപകടത്തിലാണ്. ആരേ വിജയിക്കുന്നുള്ളൂ? ഖുർആനിലേക്ക് എത്തിയവർ മാത്രമേ വിജയിക്കുന്നുള്ളൂ. അവർക്ക് എല്ലാറ്റിനും എന്തുണ്ട്? ഇവിടെ ഖുർആനിൽ പ്രതിവിധിയുണ്ട്. എല്ലാറ്റിനും ഖുർആനിൽ പ്രതിവിധിയുണ്ട്. ഈ ഖുർആനിലേക്ക് എത്തണം, എന്നിട്ട് ബുദ്ധി ഉപയോഗിക്കണം. ഈ ഖുർആനിൽ 100 കണക്കിൽ പ്രാവശ്യം റബ്ബ് ബുദ്ധി ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. എന്തേ ബുദ്ധി ഉപയോഗിക്കാത്തത്? നിനക്ക് ഞാൻ ബുദ്ധിയെ സൃഷ്ടിച്ചത് വെറുതെ അല്ലല്ലോ. എന്നിലേക്ക് നീ എത്തണം ബുദ്ധിയിലൂടെ. അതാണ് നമുക്ക് റസൂൽ പഠിപ്പിച്ചത്. അവര് അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ ആകാശത്തിലേക്ക് നോക്കിയിട്ട് സുബ്ഹാനക, ഈ അത്ഭുത ജീവി, ഈ അത്ഭുത പ്രപഞ്ചത്തെ നീ സൃഷ്ടിച്ച
സൃഷ്ടിച്ചത്. നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്, നീ പരിശുദ്ധനാണ്. വഖിനാ അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളെ നരകാഗ്നിയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണമേ രക്ഷിതാവേ എന്ന ആ പ്രാർത്ഥനയിലേക്ക് ആ കേണപേക്ഷയിലേക്ക് മനുഷ്യരെത്തണം, മനുഷ്യരാശി എത്തണം. അപ്പോഴാണ് മനുഷ്യരാശി ബുദ്ധിയുള്ള ആളായി മാറുക, അഥവാ ബുദ്ധി ഉപയോഗിച്ച ആളായി മാറുക. അല്ലാത്ത പക്ഷം ജഹന്നമിന് വേണ്ടി നാം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഖുലൂബുൻ, ചില ഹൃദയങ്ങളെ ലാ യഫ്ഖഹൂന ബിഹാ, അവരുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. വഅയ്യുനുൻ, ചില കണ്ണുകളെ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണൂല. ചില കാതുകളെ ആ കാത് കൊണ്ട് കേൾക്കേണ്ടത് അവർ കേൾക്കുകയില്ല. ഉലൈക, ആ വിഭാഗം ഖുർആനാണ് നിങ്ങൾ കേൾക്കുന്നത്, ലോകാത്ഭുത ഗ്രന്ഥമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഉലൈക, ആ വിഭാഗം ആരാണ്? കൽ അൻആം, നാൽക്കാലി മൃഗത്തെ പോലെയാണ്. ബൽ, അല്ല, ഹും അവൽ, നാൽക്കാലി മൃഗത്തെക്കാളും നശിച്ചവരാണ്, വഴികേടിലേക്ക് എത്തിയവരാണ്. എന്താ നാൽക്കാലി മൃഗത്തിന് ജീവിക്കാൻ, ആല കണ്ടെത്താൻ, ആലയിലേക്ക് മടങ്ങാൻ, മേയാൻ, ഭൗതികമായി അവർക്ക് ജീവിക്കേണ്ട കാര്യങ്ങളെങ്കിലും അവർക്കറിയും. ഇതല്ല, ഇത് എന്തിന് ജീവിക്കുന്നു, എന്തിന് കാശുണ്ടാക്കുന്നു, കാശുണ്ടാക്കുക, എന്നിട്ട് കാശ് വെച്ച് ചീട്ട് കളിക്കുക, കാശ് വെച്ച് ചീട്ട് കളിക്കുക. സുബ്ഹാനല്ലാഹ്, മദീനയിൽ വരെ കാശുണ്ടാക്കുക, എന്നിട്ട് കാശ് കൊണ്ട് പലിശ വാങ്ങാം, കാശ് കൊണ്ട്, കാശിലൂടെ അള്ളാഹുവിനോട് മല്ലിട, അള്ളാഹിനോട് മത്സരിക്കുക, അള്ളാഹിന്റെ കൽപ്പന ധിക്കരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന കൂട്ടാക്കാതിരിക്കുക. നീ ദാസൻ, നീ അടിമ, നീ അടിമത്വം സ്വീകരിച്ചുകൊണ്ട് പരിപൂർണ സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കണം. എന്നാൽ നിനക്ക് എന്തുണ്ട്? മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാം. ഖൗഫ് റജ എന്ന വിഷയമാണ് ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി മദീനയിൽ ചർച്ച ചെയ്തതിൻ്റെ ചില ഭാഗങ്ങൾ. ഇത് ഞാൻ ഓതി നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നതായ ചില ആയത്തുകൾ. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഇദാ ദഅാകും ലിമാ യുഹ്യിക്കും, അള്ളാഹുവിലേക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദൂതരും നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾ മരണപ്പെട്ടതായ ആ ജീവിതത്തിൽ നിന്നിട്ട് നിങ്ങളെ ജീവൻ നൽകുന്ന, മരണപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടാത്ത വിഭാഗം മരണപ്പെട്ടവരായിട്ടാണ് നാം കാണുന്നത്. അവർ ജീവിച്ചവരല്ല. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ ആരാണ്? ഈ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്നവരാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് ചില സുഹൃത്തുക്കൾ ഇസ്ലാം മതം വിശ്വസിച്ചു. അവരോട് നാം പറയുന്നു, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഇപ്പോൾ സദസ്സിലുണ്ട്, അവർ നമ്മുടെ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ടവർ. അവർ ബാക്കിലിരിക്കുന്നുണ്ട്. ബാക്കിൽ കാണുന്ന 4-5 പേരാണ് അവർ ഭാഗ്യവാന്മാരാണ്. അവർ ഈ വിശുദ്ധ മതത്തിലേക്ക് കടന്നു വന്നവരാണ്. യഥാർത്ഥത്തിൽ ഈ മതത്തിൽ സ്ഥിരമായി ജീവിക്കുന്നവരാവട്ടെ, പുതുതായി കടന്നു വരുന്നവരാവട്ടെ, ആരായിരുന്നാലും ഭാഗ്യവാന്മാരാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ തത്വത്തെ മരണം വരെ സംരക്ഷിച്ച് കൊണ്ടുപോകണം. മരണം വരെ ആ തത്വത്തിൽ അടിയുറച്ച് ജീവിക്കണം. ഏത് സമയത്താണ് NOC വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഏത് സമയത്താണ് മരിക്കേണ്ടി വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റൂല. അത് പരിപൂർണമായി സംരക്ഷിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ ആദ്യമായിട്ട് അതിൻ്റെ പ്രധാന ഭാഗമാകുന്ന, പ്രധാന ഘടകമാകുന്ന അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്ന് മക്ക ഇമാമിൻ ഉണർത്തിയ, റിയാദ് ഇമാമിൻ ഉണർത്തിയ, റിയാദ് അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇവിടുത്തെ ചീഫ് മുഫ്തി ഇന്ന് സംസാരിച്ച വിഷയം തന്നെ അബ്ദ് ഇബാദി എന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന തത്വം ആണ്. അത് ഖുർആനിൽ പലയിടങ്ങളിലും മടക്കി പറയുന്ന ഭാഗങ്ങളാണ്. ഈ തത്വം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിൻ്റെ അടിമ. അപ്പോൾ അള്ളാഹിൻ്റെ അടിമയാകുമ്പോഴോ ഇഷ്ടാനുസരണം ഉറങ്ങാൻ പറ്റില്ല, ഇഷ്ടാനുസരണം തിന്നാൻ പറ്റില്ല, ഇഷ്ടാനുസരണം എന്താണ്? പലരും ഖബറുകളെ കെട്ടിപ്പൊക്കുന്നു, എന്നിട്ട് അവിടെയെല്ലാം പൂജാ കേന്ദ്രമാക്കുന്നു, എന്നിട്ട് ഖബറിൻ്റെ അകത്തുള്ള മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, എന്നിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം അനാചാരമാണ്, അതെല്ലാം ഇസ്ലാമിലുള്ളതല്ല, അതെല്ലാം ഈ വിശുദ്ധ ഭൂമിയിൽ ഇറങ്ങിയതായ സത്യമതത്തിലുള്ളതല്ല. അത്
നേരെ നമ്മുടെ മതത്തിന് ഘടകവിരുദ്ധമായ തത്വങ്ങളാണ് എന്നത് മുസ്ലിം ലോകം മനസ്സിലാക്കണം. ഈ വിശുദ്ധ മതത്തിൽ ഇത് കടന്നു വരുന്നവരും മനസ്സിലാക്കണം. സഹോദര സഹോദരിമാരെ, മക്ക ഇമാമ് നമ്മോട് ഉണർത്തിയതായ ആ ഭാഗം വളരെ വിശാലമായി പറയേണ്ടതാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് വിശദമായി സംസാരിക്കുന്ന വേളയിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും മടക്കി പറയാം. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നതായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ വിശുദ്ധ മതത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായ ആൾക്കാരും പ്രബോധകന്മാരും പ്രവർത്തകന്മാരും സംഘടനകളും എല്ലാം ഉള്ളതോടുകൂടി തന്നെ വെറും ഹിന്ദുമതം മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഹിന്ദുമതം മാത്രം നോക്കിയാൽ മതി. ഒരു സുഹൃത്ത്, നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ മുസ്ലിം ആയതുപോലെ എൻ്റെ 13ാമത്തെ വയസ്സിൽ മുസ്ലിമായി കടന്നു വന്നു കാസർഗോഡിലേക്ക്. എൻ്റെ നാട് കാസർഗോഡാണ്. എന്നിട്ട് ആ പള്ളിയിലേക്ക് അദ്ദേഹം ചെന്നു. ഞങ്ങൾ ചോദിച്ചു, കുട്ടികൾ, ഞങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മുസ്ലിമായത്? നിങ്ങൾ എങ്ങനെ മുസ്ലിമായി? നിങ്ങൾ എന്താ പ്രേരിപ്പിച്ചത്? നിങ്ങൾ ഈ മതം സത്യമതമാണെന്ന് എങ്ങനെ കണ്ടെത്തി? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനൊരു പൂജാരിയായിരുന്നു കുട്ടികളെ. ഞാൻ അമ്പലത്തിൽ വർക്ക് ചെയ്യായിരുന്നു കുട്ടികളെ. കാലിക്കറ്റിൽ ഇന്ന് അമ്പലത്തിൽ 25 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ പൂജാരിയായ കാലഘട്ടത്തിൽ ശ്ലോകങ്ങളൊക്കെ പലതും എനിക്ക് മനഃപ്പാടമുണ്ട്, വേദഗ്രന്ഥങ്ങൾ മനഃപ്പാടമുണ്ട്. ആ ശ്ലോകങ്ങൾ എന്നിട്ട് ചില ഭാഗങ്ങൾ ഞാൻ മരിക്കാൻ പോകുന്ന ഒരു ഹിന്ദു സുഹൃത്തിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ 5 ഉറുപ്പിക വാങ്ങുകയും ചെയ്യും. ഉറുപ്പിക എത്ര ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ സ്ഥലം വിടും, അയാൾ മരിക്കാൻ പോവാണ്. ഞങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയാറുള്ളത്? അപ്പോൾ അദ്ദേഹം മറുപടി പറയുകയുണ്ടായി, ഓം തീർത്ഥം മഹാതീർത്ഥം ഗോമശംസ അധമക്കാത് പ്രകാശത്തെ ഗുരു അന്ത്യേ ആദരാദൃഢം ലാ ഇലാഹ ഇല്ലാഹു ഗുരു എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദ് സാക്ഷി ഗുരു നിർമ്മല വേദാന്ത, ഹൃദ് സാക്ഷി ഗുരു നിർമ്മല വേദാന്ത എന്ന് പറയുമെന്നാണ്. എന്താണ് ഇപ്പോൾ സംഗതി? മൂപ്പരെ ഈ കലിമ ചൊല്ലി കൊടുക്കുകയാണ്. മനസ്സിലായോ? മുസ്ലിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചാൽ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്ന പോലെ വേദഗ്രന്ഥത്തിൻ്റെ ഉടമകളും വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഈ പൂജാരിമാരുടെ തട്ടിപ്പിൽപ്പെട്ടതാണ്. അവർ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കൂല. അത് സംസ്കൃത ഭാഷയിലാണല്ലോ. പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കൂല എന്താ ഇതിൻ്റെ ഉള്ളടക്കം. മരിക്കാൻ പോകുമ്പോൾ ചൊല്ലിക്കൊടുക്കും, മരിക്കുമ്പോൾ മുസ്ലിമായി മരിച്ചോട്ടെ എന്ന്. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു കൊടുക്കുന്ന വാക്കിൻ്റെ തത്വം എന്താണ്? മക്കത്ത് പൂജാതനായ മുഹമ്മദ് കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഫറോവ, ഈജിപ്റ്റ് ഭരിച്ച ഫറോവ മരിച്ച സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? മരിക്കുന്ന സമയത്ത് അവൻ അവിടെയുള്ളതായ ചെങ്കടലിൽ മുങ്ങി മരിക്കാൻ. അള്ളാഹ് അവനെ മുക്കി മരിപ്പിച്ചതാണ്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് എതിർത്തുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൊല്ലപ്പെടുന്ന രംഗമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ ഇപ്പോൾ മുസ്ലിമായി. ബനൂ ഇസ്രായേലുകളെ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ ഞാൻ മെമ്പർഷിപ്പ് നേടി എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ മറുപടി എന്തായിരുന്നു ആ സന്ദർഭത്തിൽ? ആൽ ആന, ഇപ്പോഴോടോ ടൈം കിട്ടിയത്. ഇതുവരെ നീ തോന്നിവാസം കാട്ടിയിട്ട് ഇപ്പോഴാണോ മുസ്ലിം ആവാൻ ചാൻസ് കിട്ടിയത്? മനസ്സിലാക്കണം. ഇത് ഒരു മനുഷ്യൻ അദാബ് കാണുമ്പോൾ, ശിക്ഷ കാണുമ്പോൾ, മരിക്കാൻ പോകുമ്പോൾ ശിക്ഷ കാണും. മരിക്കാൻ പോകുമ്പോൾ മാലാക്കന്മാരെ കാണും, ആത്മാവിനെ പിടിക്കുന്ന മലക്കുകളെ കാണും. ആ സന്ദർഭത്തിൽ മുസ്ലിം ആയാൽ അള്ളാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് മുസ്ലിം ആവേണ്ട ടൈമിൽ മുസ്ലിം ആവണം. പറഞ്ഞു വരുന്നത് ഇതേ രൂപം തന്നെ ഈ ഡോക്ടർ വേദ് പ്രകാശ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം മുസ്ലിമായി എന്ന് കേൾക്കുന്നു. അദ്ദേഹം വടക്കേ ഇന്ത്യയിലാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യക്കാരനായ ഹിന്ദു സുഹൃത്തായിരുന്നു. അദ്ദേഹം മതങ്ങൾ എന്ന വിഷയത്തിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഒരു പഠനം നടത്തി. അങ്ങനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് പഠനം നടത്തിയിട്ട് അവസാനം അദ്ദേഹം എത്തിയ റിസൾട്ട്, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇസ്ലാം ആണ് സത്യമതം എന്നതാണ്. അത് കാരണത്താൽ ഇന്ത്യയിലേക്ക് അയാൾ എത്തിയപ്പോൾ കുറേ കുഴപ്പമൊക്കെ ഉണ്ടായി. എന്തൊക്കെ സംഭവിച്ചു എന്നത് അതിനുശേഷം എനിക്ക് അറിയില്ല. കേട്ടു പിൻകാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിമായി എന്ന്. അല്ലാഹു ആലം. പറഞ്ഞു വരുന്നത്, അദ്ദേഹം കണ്ടുപിടിച്ചതായ ആ പഠനത്തിലൂടെ
നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽപ്പെട്ടതാണ് എന്ത്? വടക്കേ ഇന്ത്യയിലും മരിക്കാൻ പോകുന്നവർക്ക് ഇതേ രൂപത്തിൽ കെലിമ ചൊല്ലി കൊടുക്കാറുണ്ട് എന്നാണ്. ലാ ഇലാഹ പാപൻ ഇല്ലല്ലാഹു പനം പദം ജനം പേ കുണ്ട് പ്രാപ്ത് ഹോതി തോ ജപേ നാം മുഹമ്മദം. ഇത് 500 കൊല്ലം മുമ്പ് പഴക്കമുള്ളതായ ഒരു ഉറുദു ഭാഷയിലാണ് അത് പറഞ്ഞു കൊടുക്കാറുള്ളത് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മുൻകൂട്ടി നമ്മുടെ സഹോദരന്മാർ കണ്ടെത്തി സത്യത്തിലേക്ക് വന്നതുപോലെ ലോക മനുഷ്യരാശി ആസകലം സത്യം കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് വിജയമുണ്ട്. ഇല്ലെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. എന്ത്? ഞാൻ ചെയ്ത ഉടമ്പടി എന്തായിരുന്നു നിന്നോട്? പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടതും കേട്ടതും പൂജിച്ചു വരരുത് എന്നതായിരുന്നു. എന്തടോ നീ കണ്ടതും കേട്ടതും പൂജിച്ചു, എന്നെ മാത്രം ആരാധിച്ചില്ല എന്ന് അവിടുന്ന് ചോദിക്കപ്പെടും. ആ സന്ദർഭത്തിൽ വിരലല്ല കൈ കടിക്കേണ്ടി വരും. കൈ മുഴുവനും കടിച്ചുകൊണ്ട് യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ ഈ കൂട്ടുകാരായി അംഗീകരിച്ചില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ. അസത്യത്തിലേക്ക് എന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന, അനിസ്ലാമികത്വത്തിലേക്ക് എന്നെ തെളിച്ചു കൊണ്ടുപോകുന്ന ഈ വിഭാഗത്തെ ഒഴിവാക്കി സത്യം പറയുന്നവരുടെ പിന്നിൽ ഞാൻ അണിനിരന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്, ലോകാത്ഭുത ഗ്രന്ഥം പറയുകയാണ്. അങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നാം എന്ത് വേണം? സത്യത്തിലേക്ക് ചെല്ലണം, സത്യം മനസ്സിലാക്കണം, സത്യം പറയുന്നവരുടെ പിന്നിൽ അണിനിരക്കണം. എന്നിട്ട് ആ സത്യം അനുസരിച്ചിട്ട് മരണം വരെ ജീവിക്കാൻ പാടുപെടുകയും വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അവന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അർറഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമാണവൻ. മാലികി യൗമിദ്ദീൻ. പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമയാണവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, സഹായം തേടുകയുള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഞങ്ങളെ നീ നയിക്കേണ്ട വഴി ഏതാണ്? നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടാണ്. റബ്ബേ രക്ഷിതാവേ എന്നും നാം റബ്ബിന്റെ മുമ്പിൽ 17 തവണ നിർബന്ധമായി ചെല്ലേണ്ട വാക്കാണ്. ആര് മനഃപ്പാടമാക്കിയിട്ടുണ്ട്? ആര് അർത്ഥം അറിഞ്ഞിട്ടുണ്ട്? ഓരോരുത്തരും ശ്രദ്ധിച്ച് ചിന്തിച്ച് അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി മറുപടി പറയേണ്ട കാര്യമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. നീ കോപ്പിച്ചവരുടെ റൂട്ടിലല്ല. വലദ്ദാലിൻ. വഴിപിഴച്ചവരുടെ റൂട്ടിലും അല്ല. ഇങ്ങനെ ദൈനംദിനം ഒരാള് 17 തവണ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് തല താഴെ വെച്ച് റബ്ബിനോട് സുബ്ഹാന റബ്ബിയൽ അഅല, ഏറ്റവും പരിശുദ്ധൻ നീയാണ്, നീ ഉയർന്നവനാണ് എന്ന് അംഗീകരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ജീവിതത്തിൽ ആസ്വാദനമുണ്ടായി. ജീവിതത്തിൽ മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെയായി മാറി. ജീവിതത്തിൽ കുടുംബത്തിനും പരിസരത്തിലുള്ളവർക്കും എല്ലാം നല്ല പ്രകാശം നൽകാനുള്ളതായ ആ തത്വത്തിലേക്ക്, മഹാനിധിയിലേക്ക് ഞാൻ എത്തി എന്ന ബോധമുണ്ടായി. പിന്നെ ശേഷിക്കുന്നത് മറ്റുള്ളവരെയും പരിസരത്തുള്ളവരെയും കുടുംബത്തെയും ഈ നാട്ടിൽ നിന്നിട്ട്, ഈ 100 പ്രകാശമറിഞ്ഞ ഭൂമിയിൽ നിന്നിട്ട് ഉൾക്കൊണ്ടത് കേരളത്തിലേക്ക് എത്തിക്കുക, കുടുംബത്തിലേക്ക് എത്തിക്കുക, നമ്മുടെ നാട്ടിലും വീട്ടിലും പരിസരത്തിലുമുള്ളവരെയെല്ലാം ഈ നാടുമായി ബന്ധപ്പെടുത്തി ജീവിക്കുക. എന്നാൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റി. ഈ തത്വം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾക്ക് എത്താൻ സാധിക്കുക എന്ന വിഷയമാണ് ഇന്ന് മക്ക ഇമാമ് ചർച്ചക്കെടുത്തതായ വിഷയം എന്നാണ് പറഞ്ഞു വന്നത്. മദീന ഇമാമ് ചർച്ചക്കെടുത്ത വിഷയം എന്താണ്? ഖൗഫ് റജാഇന്റെ ഇടയിലായിരിക്കണം നമ്മുടെ ജീവിത രീതി. ഖൗഫ് റജാ എന്ന് പറഞ്ഞാൽ ഭയം, അതേ സമയത്ത് ആഗ്രഹം. ഭയം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നിട്ടുള്ള ഭയം, ആഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തതായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിലുള്ളതായ നമ്മുടെ പൂതി. ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് പേടിക്കലോടുകൂടി ഭയപ്പെടലോടുകൂടി ആഗ്രഹവും ഉണ്ടാവുക. ആ രൂപത്തിൽ ജീവിക്കണമെന്ന് രണ്ടാം ഖുത്ബയിൽ പ്രത്യേകിച്ച് മഹാനായ ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഊന്നിപ്പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം.
യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് മറുപടി നൽകുക, വലിർ റസൂലി, അല്ലാഹുവിന്റെ ദൂതർക്കും നിങ്ങൾ മറുപടി നൽകുക, ഇദാ ദആകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങളെ അവർ ക്ഷണിക്കുമ്പോൾ. എന്താ നമുക്ക് ജീവൻ നൽകുന്നത്? എന്താണ് നമുക്ക് ജീവൻ നൽകുന്നത്? നമ്മുടെ ആദർശം. നമുക്ക് ഈ ആദർശം നമ്മുടെ ജീവനാണ്. ഈ ആദർശം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നാം എന്താണ്? മരിച്ചവരാണ്. അതുകൊണ്ടാണ് ജീവൻ നൽകുന്നതെന്ന് പറയാൻ കാരണം. പിന്നെ റബ്ബ് കൂട്ടിച്ചേർക്കുന്നു, അറിയണം, അള്ളാഹു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെ ഇടയിൽ മറവിട്ട് കളയുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ലെങ്കിൽ, മുസ്ലിമായി ജീവിച്ചില്ലെങ്കിൽ, സത്യം ഉൾക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് കൈച്ചലാക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതിനുള്ള ചാൻസ് ഞാൻ തരൂല. മനസ്സിലായില്ലേ? മറവിട്ട് കളയും. ഏത് ലൈനിൽ നീ നിൽക്കണം? സ്വർഗത്തിലേക്ക് പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്നവരുടെ ലൈനിൽ നിൽക്കണം. നേരെ മറിച്ച് നിന്നിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് പൂതി വെച്ചാൽ സ്വർഗത്തിലേക്ക് എത്തൂല. നിൽക്കുന്ന റൂട്ട് മാറാൻ പാടില്ല. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. അക്കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ് സ്ഥിരം മെമ്പറായിരുന്നതായ ഒരു വ്യക്തിയുടെ വാപ്പ മരിച്ചു. അവർക്കല്ല പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിനല്ല സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. നമ്മുടെ മറ്റൊരു സ്ഥിരം ക്ലാസ് മെമ്പറായിരുന്ന വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കായി. അദ്ദേഹം ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. തൽക്കാലം പുറത്തു വന്നു. അള്ളാഹു ഇനി ഇത് എന്നേക്കുമായി ഹോസ്പിറ്റലിൽ പോകാതെ അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായി സുഖപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഈ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ളതായ തൗഫീഖും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. അപ്രകാരം നമുക്കും ആരോഗ്യവും തൗഫീഖും അള്ളാഹു നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവർക്ക് മാഫി ചെയ്യട്ടെ, അവരോടൊപ്പം നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും ഇസ്ലാമിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവനം ചെയ്യാനുള്ളതായ ദീർഘായുസ്സ് ആരോഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ഒരാൾ മരിക്കാൻ കിടക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജിദുക്, എങ്ങനെ നീ എന്തനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നി അർജു അല്ലാഹ് ഇന്നി അഖാഫു അല്ലാഹ് ഇന്നി അർജുല്ലാഹ് വ അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളതായ സർവ്വ അനുഗ്രഹങ്ങളിൽ ആഗ്രഹമുണ്ട്. അതേ സമയത്ത് വഖാഫു ദുനൂബി, എൻ്റെ ദോഷം കാരണത്താൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കുമോ എന്ന് എനിക്ക് ഭയവുമുണ്ട് എന്ന് പറയുകയുണ്ടായി. ശ്രദ്ധിക്കുക, ദോഷത്തിലൂടെ എന്നെ അള്ളാഹ് ശിക്ഷിക്കുമോ എന്ന് എനിക്ക് ഭയവുമുണ്ടായി. അതോടൊപ്പം എനിക്കെന്തുണ്ട്? എനിക്ക് അള്ളാഹുവിനോടുള്ളതായ ആ വിശാലമായ അനുഗ്രഹത്തിലുള്ളതായ ആഗ്രഹമുണ്ട് ഉടലെടുക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ ഈ രണ്ട് സാധനം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ടതായ അവൻ്റെ അനുഗ്രഹങ്ങളെ അവന് നൽകാതിരിക്കുന്നതല്ല. അവൻ പേടിക്കുന്ന അവൻ്റെ അദാബുണ്ടല്ലോ, അവൻ്റെ ശിക്ഷയുണ്ടല്ലോ, അവകളിൽ നിന്നിട്ട് അവനെ മുക്തനാക്കാതിരിക്കുകയും ചെയ്യുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരായത്തിനെ കുറിച്ച് ചോദിച്ചു. നമ്മുടെ വിഷയം ബാലൻസ് ശരിയാക്കി ജീവിക്കണം, ഖൗഫ് റജാ എന്നതാണ്. ഇന്ന് മദീനയിലുള്ള ഇമാം ചർച്ച ചെയ്ത വിഷയത്തിൽപ്പെട്ട ഭാഗമാണത്. ഖൗഫ് റജാ എങ്ങനെയാണ് ക്ലിയർ ആക്കുക? നിങ്ങൾ നോക്കുക, ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, റസൂലേ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞല്ലോ, വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇത് വല്ലദീന യുതൂന മാ അതൗ, ഒരാള് അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന വേളയിൽ യുതൂന മാ അതൗ, അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ ഖുലൂബുഹും ഉജില, അവരുടെ ഹൃദയം ഭയപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അവർ അള്ളാഹിലേക്ക് മടങ്ങുമല്ലോ എന്നത് ഭയപ്പെട്ടുകൊണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഈ പറയുന്നതായ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് എന്താണ് ദൂതരെ? നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അതോടൊപ്പം അല്പം തെറ്റുകൾ ചെയ്യുന്നു. അവകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടിയാണോ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്? ശ്രദ്ധിക്കുക,
റസൂൽ എന്ത് പറഞ്ഞു? ലാ യബ്നത സിദ്ദീഖ്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല സിദ്ദീഖിന്റെ മകളെ. റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് ആയിഷ, നമ്മുടെ ഉമ്മയാണ് ആയിഷ. ആ ആയിഷയാണ് റസൂലോട് ചോദിക്കുന്നത്, നമ്മുടെ ദൂതരോട് ചോദിക്കുന്നത്. ദൂതരുടെ മറുപടി എന്താണ്? അല്ല ഇബ്നത്ത് സിദ്ദീഖേ, അല്ല ആയിഷയുടെ മകളെ, അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, നീ ചെയ്യുന്ന അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതായ ഭയം. അതേതാണ്? ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം അല്ലാഹ് സ്വീകരിക്കുമോ? ഞാൻ നോമ്പ് പിടിക്കുന്ന നോമ്പ് അല്ലാഹ് സ്വീകരിക്കുമോ? ഞാൻ കൊടുക്കുന്ന സക്കാത്ത് അല്ലാഹ് സ്വീകരിക്കുമോ? ഞാൻ കൊടുക്കുന്ന ധർമ്മം അല്ലാഹ് സ്വീകരിക്കുമോ? ഞാൻ ചെയ്യുന്നതായ സേവനങ്ങൾ അല്ലാഹ് സ്വീകരിക്കുമോ? ഇത് പേടിച്ച് അമൽ ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? ഇപ്പോൾ നാം അമൽ ചെയ്യുമ്പോൾ നമുക്ക് അത് അല്ലാഹ് സ്വീകരിക്കുമോ ഇല്ലേ എന്ന ഭയമുണ്ടാവണം, പേടിയുണ്ടാവണം. എന്തിനാണ്? അല്ലാഹ് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കാൻ, എന്നല്ലാതെ അയാൾ കാണാൻ, അയാൾ അറിയാൻ, അയാൾ ഞാൻ നിസ്കാരക്കാരനെ മനസ്സിലാക്കാൻ, അയാൾ ഞാൻ ഇത് ധർമ്മം ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ലോകമാന്യത്തിന് വേണ്ടി, ജനങ്ങൾ കാട്ടാൻ വേണ്ടി, ജനങ്ങൾ കാണാൻ വേണ്ടി കാട്ടുന്ന പ്രവർത്തനം അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്നതല്ല. അത് ശിർക്ക്, അത് ശിർക്കിന്റെ ഒരു ഭാഗമാണ്. അഥവാ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർത്തതായ അപകടത്തിൽപ്പെടും. സമയം വളരെ ചുരുക്കമാണ്. ഒരു ഹദീസ് കൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ചോദിക്കുകയുണ്ടായി സഹാബാക്കളോട്, നിങ്ങൾ എത്ര പേരാണ്? ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ്. ഇസ്ലാം എന്ന ആ മതത്തിൽ, ആ തത്വത്തിൽ, ആ ആദർശത്തിൽ പങ്കുചേർന്നവർ എത്ര പേരുണ്ട് എന്ന്. അപ്പോൾ അവർ പറയുകയുണ്ടായി, ഞങ്ങൾ ഏകദേശം 600 700-ൻ്റെയും 600-ൻ്റെയും ഇടയിലുണ്ട്. ഇപ്പോൾ 1500 മില്യനാണ് ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ എണ്ണം. 1500 മില്യൺ. 1500 മില്യനാണ്. അന്ന് സഹാബാക്കളും റസൂലും കൂടി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി, ഞങ്ങൾ 600 700 പേരാണ്. റസൂലുള്ളാഹി മറുപടി നൽകുന്നു, അങ്ങനെ ഞങ്ങളിപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്, ഒരു ബഹുഭൂരിപക്ഷം ഞങ്ങളാവുമല്ലോ എന്നത് തോന്നിയിട്ട് നിങ്ങൾക്കൊരു ഉജ്ബ് ഉണ്ടായിപ്പോകരുത്. എന്താ കാരണം? ലാ തദ്റൂൻ, നിങ്ങൾക്ക് അറിയുകയില്ല. ലഅല്ലക്കും തുബ്തലൂൻ, നിങ്ങളെ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്. നമുക്ക് പാഠമാണിത്. നിങ്ങളെ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂനപക്ഷമായിരുന്ന കാലഘട്ടത്തിലും മുസ്ലിങ്ങളെ പരിശോധിക്കപ്പെട്ടു, ഭൂരിപക്ഷമായ കാലഘട്ടത്തിലും മുസ്ലിങ്ങളെ പരിശോധിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ മരണം വരെ പരിശോധനയ്ക്ക് വിധേയരാവേണ്ടവരാണ്. ഇതുവരെ പറഞ്ഞതിന് സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ. സത്യത്തിനെ സത്യം പോലെ പഠിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ലോകത്തിലുള്ള ശക്തിയെ, വ്യക്തിയെ ഭയപ്പെടാത്ത രീതിയിൽ സത്യത്തെ സത്യം പോലെ പ്രഖ്യാപിക്കുവാൻ മുസ്ലിം ലോക നേതാക്കൾക്ക്, പണ്ഡിതന്മാർക്ക് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ.